നമ്മുടെ നാട്ടിലെ ഹീറോ ആരാന്ന് ചോദിച്ചാൽ കാന്താരി മുളകായിരിക്കും ആദ്യം പറയുക അല്ലേ. കാന്താരി മുളകോ, കാന്താരി മുളക് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ കുറേ നമ്മൾ കേട്ടാ വളരുന്നല്ലേ. ശരിക്കും കേരളത്തിൽ ജനിച്ചാൽ നമുക്കൊക്കെ കാന്താരി മുളകിൻ്റെ ഗുണം ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. എപ്പോഴും കാന്താരി മുളക് ഹീറോ ആയിട്ട് തന്നെയാണ് അന്നും ഇന്നും എന്നും അത് ഹീറോ ആയിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ കാന്താരി മുളക് ഭയങ്കര ഗുണമാണെന്ന് പറഞ്ഞിട്ട് കാന്താരി മുളകേ ശരണമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറച്ച് പണി കിട്ടും. അതെന്തൊക്കെയാണെന്നാണ് നമുക്കിന്ന് നോക്കേണ്ടത്. കാന്താരി മുളക് ഇപ്പോൾ ബാംഗ്ലൂർ പല മലയാളി കടകളിലും ഞാൻ പോയി ചോദിച്ച് വാങ്ങാറുണ്ട്. വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ. പക്ഷെ ഇപ്പോൾ വല്ലപ്പോഴൊക്കെ കിട്ടിയാൽ മതി എന്ന് തോന്നുന്നുണ്ട്. കാര്യം ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംഭാരം ഉണ്ടാക്കുന്നു, കാന്താരി മുളക് ചേർത്തിട്ട് ഓരോന്നുണ്ടാക്കുന്നു. അങ്ങനെ ഒരുപാട് കാന്താരി മുളകിൻ്റെ അമിത ഉപയോഗം വരാറുണ്ട്. പക്ഷേ അമിത ഉപയോഗത്തിന് കിട്ടാറില്ല. അതും കുറച്ച് നല്ലത് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അമിത ഉപയോഗം അപകടം വരുത്തി വെക്കുന്നതെന്ന് നമുക്കൊന്ന് എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും അറിഞ്ഞാലോ. ഏറെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് കാന്താരി മുളക്. ഇതിലടങ്ങിയിട്ടുള്ള ഒരു വസ്തു അതിൻ്റെ പേരാണ് ക്യാപ്സായിസിൻ. ഇത് ദഹന പ്രക്രിയ സുഗമമാക്കാനും അതുപോലെ ഉയർന്ന കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. പല്ലുവേദന, രക്തസമ്മർദ്ദം, പൊണ്ണത്തടി ഇതൊക്കെ കുറയ്ക്കാൻ പറ്റുന്നതും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയാനും കാന്താരി മുളക് വളരെ നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പലർക്കും അറിയാതെ ഇരിക്കാം. പക്ഷേ എങ്കിലും ഒരുപോലെ ഒറ്റ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് കാന്താരി മുളക് ചേർത്തിട്ട് ഉണ്ടാക്കൂ, കാന്താരി മുളക് കഴിക്കൂ, അപ്പോൾ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ. പക്ഷേ ധാരാളം ജീവകങ്ങളും കാൽസ്യം, അയൺ, പൊട്ടാസ്യം ഒക്കെ ഈ കുഞ്ഞൻ മുളകിലുണ്ട്. ഫോസ്ഫറസ് എന്നിവയെല്ലാം ഇതിനകത്തുണ്ട്. ഇതുകൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വേദന സംഹാരിയായി പ്രവർത്തിക്കാനും ഒക്കെ നമ്മുടെ കാന്താരിക്ക് കഴിവുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ ഈ കാന്താരി എന്ന പേരിട്ടത്, അല്ലെങ്കിൽ പിന്നെ കാന്താരി എന്ന് പേരിട്ടു. എന്നാൽ ഇതിൻ്റെ അമിതമായ ഉപയോഗം ത്വക്കിൽ പുകച്ചിലുണ്ടാക്കും. ഇത് നമ്മൾ അറിയില്ല. ഇതെങ്ങനെ വെച്ചാൽ ഒരുപാട് കഴിച്ചു കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോഴേക്കും നമുക്ക് മൊത്തത്തിൽ നമ്മുടെ സ്കിന്നിനൊരു ഭയങ്കര പുകയുന്ന പോലെ തോന്നും. നമ്മൾ എന്താ വിചാരിക്കുക, ക്ലൈമറ്റ് പ്രശ്നമായിരിക്കും അത് ഇത്ര പുകയുന്ന. പക്ഷെ അല്ല, അമിതമായിട്ട് കാന്താരി മുളക് നമ്മുടെ ഉള്ളിൽ പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു പുകച്ചിൽ വരുന്നത്. രണ്ടാമതായിട്ട് ചൊറിച്ചിൽ. പക്ഷെ ഇതാരും ശ്രദ്ധിക്കാറില്ല. കാന്താരി മുളക് ചേർത്ത് കുറച്ച് സംഭാരവും ചമ്മന്തിയും കൂട്ടാനും ഒക്കെ കഴിച്ച് 2-3 ദിവസം അടുപ്പിച്ച് കഴിച്ച് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ചൊറിച്ചിലാവുക. നമുക്ക് പല സ്ഥലത്തും ഫീൽ ചെയ്യും. പക്ഷേ അത് നമ്മൾ നോർമലായിട്ടുള്ളൊരു അത് ചിന്തിക്കാറ് പോലുമില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ കാന്താരി മുളകാണ് ഇതിന് കാരണം. പെട്ടെന്നുള്ള അമിതമായിട്ടുള്ള വിയർപ്പിന് കാരണമാവും കാന്താരി മുളക് കഴിച്ചു കഴിഞ്ഞാൽ. എന്ന് വിചാരിച്ചാൽ 1-2 കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കഴിച്ചത് കൊണ്ടോ ഒന്നും പ്രശ്നമില്ല. പക്ഷേ കാന്താരി മുളക് വീടിൻ്റെ പരിസരത്തുണ്ടെങ്കിൽ എല്ലാത്തിലും കാന്താരി മുളക് ഇടുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമായിട്ട് പറയുകയാണ് ഇത് അമിതമായിട്ട് നമുക്ക് വിയർപ്പുണ്ടാക്കും. വായിൽ പുകച്ചിലും വയറിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതകളും നമ്മുടെ കാന്താരി മുളക് തരും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല വേറെ പ്രശ്നമുണ്ടേ. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഓക്കെ ഒന്ന് വിയർത്ത് കഴിഞ്ഞാൽ കുളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പുകച്ചിലുണ്ടെങ്കിലും ഒന്ന് ഓക്കെ ഫാനൊക്കെ ഇട്ടിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് കുളിക്കാം, ഒക്കെ ശരിയാവും. പക്ഷേ ഇതല്ലാതെ ഇപ്പോൾ ചൊറിച്ചിൽ വന്നാലും നമുക്ക് കുറച്ച് നേരം ചൊറിഞ്ഞാൽ മതി, ശരിയാവും. ഇതിപ്പോൾ അല്ലാതെ വരുന്ന വേറെ കുറച്ച് പ്രശ്നമുണ്ട്. കിഡ്നിക്കും ലിവറിനും പ്രശ്നമുള്ളവരും അൾസർ ഉള്ളവരും കാന്താരിയുടെ ഉപയോഗം മിതപ്പെടുത്തണം. കാര്യം ആ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. ഇപ്പോൾ കിഡ്നിക്കും ലിവറിനൊക്കെ എന്താ സംഭവിക്കുന്നത് നമുക്ക് എന്തായാലും പുറമേ നോക്കിയാൽ അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ കാന്താരിയുടെ ഉപയോഗം പതിയെ അങ്ങോട്ട് കുറയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ അതുപോലെ ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന അമ്മമാരിലും സ്ഥിരമായി കാന്താരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം കുട്ടികൾക്ക് ത്വക്ക് രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാന്താരി മുളക് നൽകുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചെറുപ്പത്തിലെ കുട്ടികൾക്ക് എരിവും പുളിയൊക്കെ കൊടുത്ത് വളർത്തണം എന്നൊക്കെ തന്നെ എല്ലാവരും പറയുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതൊക്കെ ചെറിയ രീതിയിൽ കൊടുത്ത് ശീലിപ്പിച്ച് തുടങ്ങുക. അല്ലാതെ ആദ്യമേ തന്നെ കാന്താരി മുളക് ചേർത്ത് എന്നാൽ പിന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കരുത്. അത് ഒരുപാട് ദോഷഫലങ്ങളായിരിക്കും. വലിയവർക്ക് തന്നെ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് അതിലും കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും. അവർക്ക് പറയാനും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ള കാര്യമാണ് നമ്മുടെ ഈ കാന്താരി മുളക്. അപ്പോൾ കാന്താരി മുളക് വീടിൻ്റെയും പരിസരത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം മഴയൊക്കെ പെയ്തു തുടങ്ങി. ഇനി ഈ മഴയൊന്ന് തോരുമ്പോൾ കാണാം ഈ വിത്തൊക്കെ വീണിട്ട് ഇഷ്ടം പോലെ കാന്താരി ചെടികളായിരിക്കും വീടിൻ്റെ പരിസരത്ത്. നിറയെ കാന്താരി ഇങ്ങനെ നിൽക്കുന്നത് കാണാനും ഭംഗിയാണ്. പക്ഷേ അമിതമായിട്ട് ഉപയോഗിക്കേണ്ടെന്നല്ല. സംഭാരമൊക്കെ ഉണ്ടാക്കി കുടിച്ചോളൂ. ചൂട് സമയമാണ്. കുറച്ച് ഐസ് ക്യൂബും തൈരും കറിവേപ്പിലയും പച്ചമുളക് ഇട്ടിട്ട് നല്ല രസമായിട്ടുള്ള സംഭാരമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചോളൂ. പച്ചമുളക് ഇടുമ്പോൾ ഈ കാന്താരി ഇട്ടോളൂ. അതുപോലെ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇടയ്ക്ക് ആയിക്കോളൂ. പക്ഷേ കാന്താരി നിറയെ നിൽക്കില്ലെന്ന് വെച്ചിട്ട് കാന്താരി വെച്ചിട്ടൊരു സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വലിയ തട്ടുകടൊന്നും ഇല്ലാതെ നമുക്ക് അങ്ങനെ മുമ്പോട്ട് പോവാം. ഇനി മുളക് കഴിച്ചിട്ടൊരു
അസുഖം വരുത്തി വയ്ക്കണോ അല്ലെങ്കിൽ മുളക് കഴിച്ചിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാന്താരിയാണ് കുറച്ച് സൂക്ഷിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. എല്ലാവരും ഹെൽത്തി ആയിരിക്കുക.